45 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM-നോട് ഞങ്ങൾക്കുള്ള ചോദ്യം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം, നീറുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങളാണ്. ഈ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഏറെക്കുറെ എല്ലാ കോർപ്പറേഷനുകളും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയകരമായ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 45 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM നേതൃത്വം ഇപ്പോഴും പറയുന്നത് തമിഴ്നാട്ടിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും പന്നി ഫാമുകളിലേക്കാണ് അത് കൊടുക്കുന്നത് എന്നാണ്. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചെലവാക്കിയിട്ടുമുണ്ട്. ഇതിൽ ഇത്രയും കാലമായിട്ടും സമ്പൂർണ്ണ പരാജയം നിങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അഴിമതിയുമല്ലേ? മേയർ മറുപടി. ഈ മാലിന്യ പ്രശ്നത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം നമുക്കറിയാം. നമ്മൾ പണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ബ്രഹ്മപുരം വിഷയത്തിന് ശേഷം, ആമേഴഞ്ചാം തോടിലുണ്ടായ വിഷയത്തിന് ശേഷം എത്ര മുന്നോട്ടാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നേരത്തെ മോശമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, എത്ര ഫലപ്രദമായാണ് കുറച്ചുകൂടി അതിനൊക്കെ ഒരു അവസരമാക്കി. ഇപ്പോൾ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെ കേരളത്തിൻ്റെ തദ്ദേശ മന്ത്രി തന്നെ പറഞ്ഞ് ഇതൊരു അവസരമായി കണക്കാക്കുന്നു എന്ന് തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അവസരമായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ തീരുമാനിച്ചത്. ഇപ്പോൾ ആമേഴഞ്ചാം തോടിലുണ്ടായ സംഭവം നമുക്കറിയാം. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ഒരു അവസരമാക്കി കണ്ടുകൊണ്ടാണ് ഓരോ ഭരണ സംവിധാനവും, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ വലിയ മുൻകരുതൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. നമ്മൾ മാലിന്യ സംസ്കരണ രംഗത്ത് കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ എന്നാൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതിരുന്നിട്ട് പോലും തെരുവുകളിൽ മാലിന്യം കുന്നുകൂടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്താണ്. കാരണം നമുക്കിപ്പോൾ കാണാം, 2012 ആ വർഷത്തിൽ വിളപ്പിശാല പ്ലാന്റ് പൂട്ടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൂട്ടിയതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു അന്നത്തെ പ്രശ്നം, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അന്നത്തെ ഭരണസമിതി വളരെ ശ്രമകരമായ പ്രവർത്തനം നടത്തി. അതായത് ഒരു സിസ്റ്റം പാടെ ഒരു ദിവസം നിന്നുപോവുകയാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തനം ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ, വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. എനിക്ക് ഒരു രസകരമായൊരു സംഭവം ഈ ചോദ്യത്തിൽ തോന്നുന്നൊരു കാര്യം, നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇതിന് ചിലവാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അഴിമതിയും ഇച്ഛാശക്തിയുടെ കുറവുമല്ലേ എന്നാണ് ശ്രീ VV രാജേഷ് എന്ന കോർപ്പറേഷൻ്റെ പൂജപ്പുര വാർഡ് കൗൺസിലർ ഇതിൽ ചോദിച്ചത്. ഇതിലൊരു ശരിയായ വസ്തുത എന്താ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര സർക്കാരാണല്ലോ, രാഷ്ട്രീയ പാർട്ടി ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായും ഉള്ളത്. ആ കേന്ദ്ര സർക്കാർ 2024 സാനിറ്റേഷൻ മേഖലയിൽ, അതായത് ശുചിത്വ മേഖലയിൽ ഏറ്റവും മികച്ച മാതൃക എന്ന പുരസ്കാരം നൽകിയത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ഞാനാണ് പോയി വാങ്ങിയത്. ഹഡ്കോ അവാർഡ്, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എന്ന നമ്മുടെ വകുപ്പ് കൂടി നേതൃത്വം നൽകുന്ന വകുപ്പിൻ്റെ കൂടി നേതൃത്വത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് ഈ സാനിറ്റേഷൻ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനമാണ്. കേന്ദ്ര സർക്കാർ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം, നമുക്കറിയാം സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റുകൾ, കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതി ഉണ്ടാകുമ്പോൾ നമ്മൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ, അതിൽ കളക്ഷൻ ആകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, അതായത് വീടുകളിൽ നിന്നുള്ള കളക്ഷൻ മുതൽ ട്രാൻസ്പോർട്ടേഷൻ മുതൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റം, നമുക്ക് നമ്മുടെ സാഹചര്യം, ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നമുക്കറിയാം, ഡീസെൻട്രലൈസ്ഡായി ചെയ്യുമ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ആ പ്രദേശത്തെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്ക് തുടങ്ങേണ്ടി വരും. BJP തന്നെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലേ? ഇപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് ചെയ്തത്? നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള മാലിന്യം ഉള്ളത്? സെപ്റ്റേജ് മാലിന്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സെപ്റ്റേജ് മാലിന്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത് ഈ തിരുവനന്തപുരത്താണ്. അതിനുകൂടിയാണ് നമുക്ക് പുരസ്കാരം കിട്ടിയത്. ഓൺലൈൻ സിസ്റ്റം വഴി നമ്മുടെ സെപ്റ്റേജ് മാലിന്യ കളക്ഷൻ നടത്തുന്നതിന് ഗവേണൻസിൻ്റെ ഉൾപ്പെടെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകിയത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ പുരസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സർക്കാരല്ലേ എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ അവാർഡുകൾ ഞാൻ തൽക്കാലം പറയാതിരിക്കാം. പക്ഷെ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരത്തെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയണ്ടേ, കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരം ശരിയല്ല, അതൊന്നും ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറയണ്ടേ? അപ്പോൾ കേന്ദ്ര സർക്കാർ പോലും അംഗീകരിക്കുകയാണ്
മറ്റാരും എന്നതിനപ്പുറം കേന്ദ്ര സർക്കാർ പോലും ഇവിടെ നടക്കുന്ന ഹരിതകർമ്മ സേനയുടെയൊക്കെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് കാര്യമായി മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ പൊതുവിടങ്ങളിൽ ഒരു മാലിന്യം എവിടെ നിക്ഷേപിക്കണം എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നത് എന്തുകൊണ്ടാകാം? അല്ല, പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. ഇപ്പോൾ വീടുകളിൽ കൃത്യമായ കളക്ഷൻ നടക്കുന്നു. ബയോ വേസ്റ്റുകൾ മറ്റ് ഒരു രീതിയിലും, നോൺ ബയോ വേസ്റ്റുകൾ ഹരിതകർമ്മസേന മുഖാന്തരവും കളക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കേണ്ടി വരില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കയ്യിൽ നമ്മളൊരു ചോക്ലേറ്റ് കഴിച്ചാൽ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവറുണ്ടായി. ഇപ്പോൾ 100 മീറ്റർ 200 മീറ്റർ ഇടവിട്ടുകൊണ്ട് എല്ലാ ഇടങ്ങളിലും, എല്ലാ പൊതു ഇടങ്ങളിലും നമ്മളിപ്പോൾ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങനെ പോലും നമ്മുടെ നഗരത്തിൽ ഒരു മാലിന്യം വരാൻ പാടില്ല. ഇപ്പോൾ ജനങ്ങളെ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരല്ല, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ചുമതലയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് ബയോ വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എന്ന നിലയിൽ നമുക്ക് ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ കൊടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും ബയോ കമ്പോസ്റ്റർ ബിൻ വയ്ക്കാൻ കഴിയുന്നില്ല. കമ്മ്യൂണിറ്റി ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സിനെ സ്ഥാപിച്ചിട്ടുണ്ട്, തുമ്പൂർ മൊഴികൾ സ്ഥാപിച്ചിട്ടുണ്ട്, മറ്റ് മാർഗ്ഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്നി ഫാമിലേക്ക് മാലിന്യം കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. പന്നി ഫാമിലേക്ക് മാലിന്യം കൊണ്ടുപോയി അതെല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കുന്നതാണ്. അവിടെ പന്നികൾ ഉണ്ടെങ്കിൽ മാത്രമേ പന്നി ഫാമിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളൂ, ഈ മാലിന്യത്തിന്റെ ഈ ഭക്ഷണ അവശിഷ്ടം കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വെറുതെ പന്നി ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് മാലിന്യം കൊടുത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത്തരം സംവിധാനങ്ങളെല്ലാം തുടർന്നു വരുന്നത് ജനങ്ങളുടെ കൂടി പിന്തുണ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ബയോ കമ്പോസ്റ്റർ ബിന്ന് സ്ഥാപിക്കുന്നതിലാകട്ടെ, OWC സ്ഥാപിക്കുന്നതാകട്ടെ, നമ്മളിതെല്ലാം പറയുമ്പോൾ ഞാൻ അതിലേക്കാണ് കടന്നു വന്നത്. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു, CNG പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സമരരംഗത്തിറങ്ങി വന്നത് BJP ആണ്. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അദ്ദേഹം ഒരു സൈഡിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, മറ്റൊരു വശത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ചുമതല കൂടി ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണാതെ പോരുത്. ഇവരുടെ തന്നെ ഫേസ്ബുക്കിലെ പഴയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും വ്യക്തമാകും. ഇവർ തന്നെ പറയും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നമ്മളിപ്പോൾ പരിമിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്.